ഗൂഗിൾ മാപ്പ് ചെറുതായി ഒന്ന് കറക്കിയതുപോലെ ഡ്രൈവർ ഒരു സംശയം പറഞ്ഞു. എന്തായാലും വണ്ടി ഹൈവേയിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിലൂടെയാണ് യാത്ര. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ലൊരു ചായ കുടിച്ചു പോകാമെന്ന് കരുതി. പ്രകൃതിയോട് ചേർന്നുകൊണ്ട് നല്ല മണ്ണും ചാണകവും കൊണ്ടുള്ള ഗ്ലാസ്സിൽ നല്ല എരുമപ്പാലിന്റെ ഒരു ചായ കുടിച്ചു. അയ്വാ, ചായക്ക് എന്താ ടേസ്റ്റ്! എന്റെ കൂടെയുള്ളവർക്കും ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ ഈ കാണുന്ന 3 പേരും കൂടെയുണ്ട്. 3 പേരും 3 വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരാണ്. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെയും വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി. എന്തായാലും ഗ്രാമത്തിന്റെ ഏതോ ഉള്ളിലാണുള്ളത്. സംഭവം നമ്മൾ പോകാനിരുന്ന വഴിയിൽ വെള്ളം കയറിയിട്ട് അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. അങ്ങനെ ഗൂഗിൾ മാപ്പാണ് പറഞ്ഞത് മറ്റൊരു വഴിയിലൂടെ പോകാൻ. ടാക്സി കാറിലാണ് ഞങ്ങളുടെ യാത്ര. വണ്ടി ഓടിക്കുന്നത് ഒരു ഹൈന്ദവ കൂട്ടുകാരനാണ്. പേര് ഗണേഷ് ഗുപ്ത. നല്ല സ്നേഹമുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന്റെ പല ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലായി. പോകുന്ന വഴിയിൽ ബാങ്ക് കൊടുക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് നിസ്കരിക്കാൻ എവിടെയാണ് നിർത്തേണ്ടത് എന്ന്. അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി യുപിയിൽ പോലും സ്നേഹിക്കാനും ആദരിക്കാനും കഴിയുന്ന വിശാല ഹൃദയമുള്ള മനുഷ്യരുണ്ട് എന്ന്. ഞങ്ങളുടെ വാഹനം ഏതോ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലും പാടങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഗോതമ്പാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നെല്ലാണ്. ഉത്തരേന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് നെല്ലെടുത്തതിനു ശേഷം വൈക്കോൽ ഉണക്കാനെടുക്കുക റോഡിലാണ്. അതിലൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം അതിന്റെ മുകളിലൂടെ കയറിക്കൊണ്ടാണ് അത് ഉണങ്ങുക. ആ ഒരു റോഡിലൂടെ ഏകദേശം 10 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ കാറിനെ വെട്ടിക്കാൻ മറ്റൊരു കാർ ആ റോഡിൽ വന്നിട്ടില്ല. ട്രാക്ടറുകളും ചെറു ബൈക്കുകളും മാത്രമാണ് അതിലൂടെ ഓടുന്നത്. മരച്ചുവട്ടിൽ ചാർപ്പായിട്ട് കൊണ്ട് വർത്താനം പറയുന്ന കുറെ പേരെ കണ്ടു. നെൽകൃഷിയുടെ സീസൺ ആണോ എന്നറിയില്ല, കാരണം റോഡിലൊക്കെയും വൈക്കോൽ കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ ഗുപ്ത വളരെയധികം ഈശ്വരവിശ്വാസിയാണെന്ന് മനസ്സിലായി. ടാക്സി വണ്ടി ആയതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ആ വണ്ടി 80-ന് മുകളിൽ ഓടിച്ചിട്ടില്ല. എന്തായാലും ഏകദേശം 3 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തി.